നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി UAE-യിൽ സന്ദർശനം നടത്തിയ വാർത്തകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട UAE-യിൽ വലിയ തോതിലുള്ള ഒരു ഒരുക്കം തന്നെയാണ് നടന്നു വന്നിരുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയും UAE-യും തമ്മിലെ വ്യാപാര കരാർ ശക്തിപ്പെടുത്തുന്നതടക്കം നിരവധി വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചർച്ച ചെയ്തു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തോട് അനുബന്ധിച്ച് ദുബായ് ബുർജ് ഖലീഫയിൽ വലിയ തോതിലുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ദുബായിയുടെ അഭിമാനമായ ബുർജ് ഖലീഫ ത്രിവർണ്ണമണിഞ്ഞു നിൽക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ബുർജ് ഖലീഫ. വെള്ളിയാഴ്ച വൈകിട്ടാണ് ബുർജ് ഖലീഫ ഇന്ത്യൻ പതാകയുടെയും നരേന്ദ്രമോദിയുടെയും ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. മോദിയെ സ്വാഗതം ചെയ്താണ് ത്രിവർണ്ണമണിഞ്ഞ ബുർജ് ഖലീഫ നിന്നത്. വാർത്താ ഏജൻസിയായ ANA ആണ് ഈ വീഡിയോ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിലാണ് മോദി ഇറങ്ങിയത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി UAE-യിൽ എത്തിയിരുന്നത്. ഇന്ത്യയും UAE-യും തമ്മിലെ വ്യാപാര കരാർ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാന പങ്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ രണ്ട് രാജ്യങ്ങൾ ചർച്ച ചെയ്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായും COP22 പ്രസിഡന്റ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ജാബറുമായും മോദി അബുദാബിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തി. ഇന്ത്യയും UAE-യും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കുകയും ചെയ്തു. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന വഴിയാണ് മോദി അബുദാബിയിൽ എത്തിയത്. അധികാരം ഏറ്റ് 9 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5ാം തവണയാണ് UAE സന്ദർശിക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനാണ് വ്യാപാരം രൂപയിലേക്ക് മാറ്റാൻ വിദേശ ശക്തികളുമായി ഇന്ത്യ ശ്രമിക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ച വലിയ തോതിൽ തന്നെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നല്ല രീതിയിൽ അതൊരു മാറ്റം ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആ ബന്ധം ദൃഢമാക്കാൻ ഈ ഒരു കൂടിക്കാഴ്ച ഒരു കാരണമായി എന്നതിലും സംശയമില്ല. എന്തായാലും ബുർജ് ഖലീഫയിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയും നരേന്ദ്രമോദിയുടെയും ആ ഒരു ചിത്രം വന്നത് വലിയ തോതിലാണ് ഇന്ത്യൻ പ്രവാസികൾക്കടക്കം വലിയ തോതിലാണ് അഭിമാനം ഉണ്ടായ നിമിഷം. വെൽക്കം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നടക്കം എഴുതി കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ട്വിറ്ററിൽ പ്രചരിച്ച ഈ ചിത്രം വലിയ തോതിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും പ്രവാസ സമൂഹത്തിന് ഉൾപ്പെടെ വലിയ ആവേശം ഉണ്ടാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരൊറ്റ ദിവസത്തെ സന്ദർശനം എന്ന് പറയുന്നത്. എന്തായാലും UAE-യും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൽ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ 5 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിൽ സന്ദർശനം നടത്തിയത്. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനാണ് വ്യാപാരം രൂപയിലേക്ക് മാറ്റാൻ വിദേശ ശക്തികളുമായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇന്ത്യക്കും അതുപോലെ തന്നെ പ്രവാസികൾക്കും ഒരു ലാഭം തന്നെയാണ്. ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്തു.